വിലയായ ദൈവമേ, കുരിശിൽ നിൻ തിരുജീവനേകി എൻ്റെ പാപത്തിൻ പരിഹാരമാകുവാൻ നാഥാ നിൻ തിരുരക്തമൊഴുകി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാൻ ദി ഗേറ്റ് ചർച്ചിലെ ഒരു സുവിശേഷ പ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചന വ്യവസ്ഥ ലോക മലയാളികളായ എല്ലാവരെയും അറിയിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി സത്യവചനത്തെ ശരിയായി വിഭജിക്കുക എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ശുശ്രൂഷ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപയ്ക്ക് മുമ്പിൽ നിങ്ങൾ ഏവരെയും എന്നെയും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. സത്യവചനത്തെ ശരിയായി വിഭജിക്കുക എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ശരിയായി വിഭജിച്ച് പഠിച്ചാലേ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ രണ്ടുവിധ രക്ഷാപദ്ധതിയെപ്പറ്റി മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും രക്ഷിക്കപ്പെടുവാനും സാധിക്കുകയുള്ളൂ എന്ന സത്യം നിങ്ങൾ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള അപേക്ഷയാണ് എനിക്ക് നിങ്ങൾക്ക് ആദ്യമായി തരുവാനുള്ളത്. കാരണം ഇന്ന് ലോക ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും കരുതിയിരിക്കുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ള രക്ഷാപദ്ധതി രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നും, രണ്ട് സുവിശേഷ വ്യവസ്ഥ ഇല്ല എന്നും, ഒരു സുവിശേഷ വ്യവസ്ഥയേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ഈ ബോധ്യം തെറ്റാണെന്ന് ദൈവജന സാക്ഷ്യത്തോടുകൂടി അറിയിക്കുക എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത്. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തു 12 അപ്പസ്തലന്മാരെയും ശുശ്രൂഷയ്ക്കായി അയച്ചതും വിളിച്ചതും എന്തിനു വേണ്ടിയായിരുന്നു? ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു അപ്പസ്തലനായ പൗലോസിനെ ശുശ്രൂഷയ്ക്കായി വിളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? ഇത് പഠിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തി 2:15 എഴുതിയിരിക്കുന്ന സത്യവചനത്തെ ശരിയായി വിഭജിച്ച് പഠിപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തി എത്ര ശക്തമാണെന്നും പ്രയോജനപ്പെട്ടതാണെന്നും മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും കഴിയും. വിശുദ്ധ ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ 13 ലേഖന സുവിശേഷങ്ങൾക്ക് പുറമേയുള്ള 53 സുവിശേഷ പുസ്തകങ്ങളിൽ എവിടെയും ദൈവജനത്തെ ശരിയായി വിഭജിച്ച് പഠിക്കണമെന്നോ എഴുതിയതായി കാണുന്നില്ല. കാരണം എന്താണെന്ന് ചുരുക്കമായി പറഞ്ഞാൽ, ദൈവം ലോകാരംഭം മുതൽ ഏതാണ്ട് 4000 വർഷക്കാലം പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഇടപെട്ട് അരുളി ചെയ്തതും വാഗ്ദത്തം ചെയ്തതും ദൈവത്തിൻ്റെ ജനമായിരുന്ന ഇസ്രയേലിനെ ഈ ഭൂമിയെ അവകാശമാക്കി രാജ്യം സ്ഥാപിച്ച് നൽകുക എന്നുള്ള പദ്ധതി ആയിരുന്നുവെന്നും മനസ്സിലാക്കണം. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ വിളിച്ചത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മം ആയ കൃപയുടെ സുവിശേഷം എല്ലാ ജാതികളെയും അറിയിക്കുവാനും
ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിയുവാനും ഉള്ള ദൗത്യമാണ് ഏൽപ്പിച്ചത്. ഈ രണ്ട് വ്യവസ്ഥയും ഇന്നത്തെ കൃപായുഗത്തിൽ പഠിച്ച് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമോ? വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഭൂമിയെ അനുഗ്രഹമായി നിത്യം അനുഭവിക്കേണ്ട പദ്ധതിയും സ്വർഗത്തെ അനുഗ്രഹമായി നിത്യം അനുഭവിക്കേണ്ട പദ്ധതിയും വേർതിരിച്ച് പഠിച്ച് വിശ്വസിച്ചില്ല എങ്കിൽ രക്ഷ ലഭിക്കാതെ പോകും. അതുകൊണ്ടാണ് സത്യവചനത്തെ ശരിയായി വിഭജിച്ച് പഠിപ്പിക്കണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. 2 തിമോത്തി 2:15 വചനം നമ്മെ എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ 1-ാം ഭാഗം ആണ് ഇന്നത്തെ വിഷയം. ഈ വചനം ദി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എന്ന് എഴുതിയിരിക്കുന്ന വചനം മറ്റുള്ള കുറച്ച് ബൈബിൾ പ്രസിദ്ധീകരണങ്ങളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് എന്ന്. ന്യൂ ഇൻ്റർനാഷണൽ പതിപ്പിൽ NIV മലയാളം പരിഭാഷ ഇങ്ങനെയാണ്: സത്യത്തിൻ്റെ വചനം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവനായി എന്നും. KJV കിങ് ജെയിംസ് വേർഷൻ പഴയ പതിപ്പിലും പുതിയ പതിപ്പിലും അതിനെ മലയാളം പരിഭാഷ സത്യവചനം ശരിയായി വിഭജിക്കുക എന്നാണ്. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. തമിഴ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിയപ്പോഴേ മനസ്സിലായത് അതിങ്ങനെയാണ്: സത്യവാർത്തയെ ന്യായമാക പകുത്തറി. ഒരിക്കൽ കൂടെ പറയട്ടെ: സത്യവാർത്തയെ ന്യായമാക പകുത്തറി. മലയാളം ഇങ്ങനെയാണ്: സത്യവചനത്തെ ന്യായമായി വിഭജിച്ച് മനസ്സിലാക്കുക എന്നാണ്. അത് ഹിന്ദിയിൽ നോക്കിയപ്പോഴേ ഇങ്ങനെ കാണുവാൻ സാധിച്ചു: സത്യക്കെ വചനക്കോ ടീക് രീതി സേ പ്രസ്തുത കർത്താ ഹേ. ഒരിക്കൽ കൂടെ പറയാം: സത്യക്കെ വചനക്കോ ടീക് രീതി സേ പ്രസ്തുത കർത്താ ഹേ. മലയാളം ഇങ്ങനെയാണ്: സത്യത്തിൻ്റെ വചനം ശരിയായ രീതിയിൽ അവതരിപ്പിക്കണം, ശരിയായ രീതിയിൽ വിഭജിക്കണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വചനത്തിൻ്റെ വ്യത്യസ്ത ഭാഷാശൈലിയിലുള്ള കുറച്ച് എഴുത്തുകൾ നമ്മൾ കണ്ടു. അതിങ്ങനെയൊക്കെയായിരുന്നല്ലോ. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. 2, സത്യവചനം ഉചിതമായി കൈകാര്യം ചെയ്യണം. 3, സത്യത്തിൻ്റെ വചനം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം. സത്യവചനത്തെ നേരായി ശരിയായി വിഭജിക്കുന്നവനായിരിക്കണം. സത്യവചനത്തെ ന്യായമായി വിഭജിച്ച് മനസ്സിലാക്കണം. സത്യത്തിൻ്റെ വചനം ശരിയായ രീതിയിൽ അവതരിപ്പിക്കണം. ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. യഥാർത്ഥമെന്ന് പറയുമ്പോൾ വിരുദ്ധാർത്ഥമുണ്ട്. ശരിയല്ലേ? അതെ, ശരി തന്നെ. അതുപോലെ ഉചിതമായത് എന്ന് പറയുമ്പോൾ ഉചിതമല്ലാത്തത്, അനുചിതമായത് ഉണ്ട് എന്നാണ്. ശരിയായ രീതിയിൽ എന്ന് പറയുമ്പോൾ തെറ്റായ രീതിയിൽ ഉണ്ട് എന്നാണ്. നേരായി എന്ന് പറയുമ്പോൾ വളഞ്ഞതും തിരിഞ്ഞതും ക്രമം തെറ്റിയതുമൊക്കെ ഉണ്ട് എന്നാണ്. ന്യായമായി എന്ന് പറയുമ്പോൾ അന്യായമായത് ഉണ്ട്. ശരിയായ രീതിയിൽ അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഉണ്ട്. എന്തുകൊണ്ടാണ് വ്യത്യസ്ത ശൈലിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് നോക്കാം.
അതായത് ബൈബിൾ പഴയ നിയമം, അതായത് ബൈബിൾ പഴയ നിയമം എഴുതപ്പെട്ടത് എസ്രായുടെ പുസ്തകത്തിലെ കുറച്ച് ഭാഗവും ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ കുറച്ച് ഭാഗവും അത് അരാമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അത് മാറ്റി ബാക്കി 39 പുസ്തകങ്ങളിലും എബ്രായ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 14 പുതിയ നിയമ സുവിശേഷങ്ങളും അപ്പസ്തോലനായ പൗലോസ് എഴുതിയ കൃപയുടെ സുവിശേഷ വ്യവസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന റോമാലേഖനം മുതൽ ഫിലമോൻ്റെ ലേഖനം വരെയുള്ള 13 ലേഖന സുവിശേഷങ്ങൾ അതും ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, കർത്താവായ യേശു സംസാരിച്ചത് അരാമയ ഭാഷയിലാണ്. അത് 4 സുവിശേഷന്മാർ എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഇതാണ് എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഗ്രീക്ക്, എബ്രായ, അരാമയ ഭാഷകളിലാണ് ബൈബിൾ എഴുതപ്പെട്ടതെങ്കിലും ഇന്ന് ഏതാണ്ട് 3500-ലധികം ഭാഷകളിൽ വിവർത്തനം ചെയ്ത് മനുഷ്യർ ബൈബിൾ ഉപയോഗിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഭാഷയിൽ നിന്ന്, മൂലഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആയിരക്കണക്കിന് ഭാഷക്കാർ അവരുടേതായ മാതൃഭാഷകളിൽ വിവർത്തനം ചെയ്യുമ്പോൾ ആശയത്തിലും അർത്ഥത്തിലും മാറ്റം വരിക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുത്തുകളിൽ വ്യത്യാസം വരുവാനുള്ള കാരണം. എന്ന് വെച്ച് മൂലഭാഷാ എഴുത്തിന് മാറ്റം വരുമോ? ഒരിക്കലും ഇല്ല. ഈ വചനത്തിൻ്റെ ഗ്രീക്ക് ഭാഷാ വചനം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ സാധിച്ചത്. ഓർത്തട്ടോ മൂണ്ട ടോൺ ലോഗോൺ ടെസ് അലേത്യാസ് എന്നാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ. ഓർത്തട്ടോ മൂണ്ട ടോൺ ലോഗോൺ ടെസ് അലേത്യാസ്. ഈ വചനം ഇംഗ്ലീഷിൽ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ദി ട്രൂത്ത് എന്നും മലയാളത്തിൽ സത്യവചനം ശരിയായി വിഭജിക്കുക എന്നും തന്നെയാണ്. അതുകൊണ്ട് നമ്മളും ദൈവത്തിൻ്റെ സത്യവചനം വിഭജിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. 2 തിമോത്തി 3:16 പറഞ്ഞിരിക്കുന്നു, എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ് എന്ന്. ബൈബിളിലെ 66 പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദൈവത്തിൻ്റെ മനുഷ്യർ എഴുതപ്പെട്ടത് തന്നെ സത്യവുമാണ്. എന്നാൽ അപ്പസ്തോലനായ പൗലോസ് എഴുതിയ റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയുള്ള 13 സുവിശേഷ പുസ്തകങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക്, അതായത് എല്ലാ ജാതികളിലും പെട്ടവർക്ക് വിശ്വസിച്ച് സ്വർഗീയ രക്ഷ നിത്യം പ്രാപിപ്പാനുള്ള കൃപായുഗ രക്ഷാപദ്ധതിയായി എഴുതപ്പെട്ടതാണെന്നും ബാക്കിയുള്ള 53 പുസ്തകങ്ങളിൽ പ്രവൃത്തിയുടെ പുസ്തകം ഒഴിവാക്കി 52 പുസ്തകങ്ങൾ ഇസ്രയേൽ എന്ന ജാതിക്കും ഇവരെ അംഗീകരിച്ചും ഇവരിലേക്ക് ചേർന്ന യഹൂദമതത്തെ അനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന മറ്റ് ജാതിയിൽപ്പെട്ടവർക്കും ഇവരെ ബൈബിളിൽ വിളിക്കുന്ന പേര് യഹൂദ മതാനുസാരികൾ എന്നാണ്. ഇവർ ഭൂമിയെ നിത്യം അവകാശമാക്കി അനുഭവിക്കേണ്ടതിന് രാജ്യം സ്ഥാപിച്ച് നൽകുന്നതിനുള്ള വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും പ്രവർത്തനങ്ങളും അടങ്ങിയ രക്ഷാവചനമാണെന്നും, എന്നാൽ പ്രവൃത്തിയുടെ പുസ്തകം ഇസ്രയേലിന് രാജ്യം സ്ഥാപിച്ച് നൽകുന്ന പദ്ധതിയിൽ നിന്ന്
ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് സ്വർഗപ്രവേശനം നൽകുന്ന പദ്ധതിയിലേക്കുള്ള ഒരു വഴികാട്ടിയായി, അതെ, ഒരു പ്രവേശന കവാടമായി എഴുതപ്പെട്ടതാണെന്നുമുള്ള സത്യം നാം മനസ്സിലാക്കി വിശ്വസിക്കണം. എന്നെ കേൾക്കുന്നവർ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അമേരിക്കയുടെയോ ചൈനയുടെയോ ഭരണഘടനാ വ്യവസ്ഥകൾ, അതിൻ്റേതായ നിയമങ്ങൾ ഇന്ത്യയിലുള്ള നമുക്ക് ബാധകമാകുമോ? അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ വ്യവസ്ഥകൾ, നിയമങ്ങൾ അമേരിക്കക്കാർക്കും ചൈനക്കാർക്കും ബാധകമാകുമോ? ചിന്തിക്കേണ്ട വിഷയമാണ്. അതുപോലെ ഇസ്രയേലിനോട് മാത്രമുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി പുറജാതികളായി നമുക്ക് ബാധകമാകുമോ? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ബാധകമാകുമോ എന്ന് ചിന്തിക്കണം. ഇന്ത്യക്കാരായി നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ അവർ പൗരത്വം തരികയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യം അവർക്ക് പൗരത്വം കൊടുക്കുകയാണെങ്കിൽ ഭരണഘടനാ വ്യവസ്ഥകൾ, നിയമങ്ങൾ ബാധകമാകുകയും രാജ്യത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ലഭിക്കുകയും ചെയ്യും. ഞാൻ വീണ്ടും പറയട്ടെ, പഴയ നിയമകാലത്തും യേശുവിൻ്റെയും 12 അപ്പസ്തോലന്മാരുടെയും പ്രവർത്തന കാലഘട്ടത്തും പുറജാതിയിൽപ്പെട്ട മനുഷ്യൻ യഹൂദമതത്തോട് ചേർന്ന് ദൈവത്തിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഭൂമിയിലെ ദൈവരാജ്യ രക്ഷ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇസ്രയേലിനോടുള്ള ദൈവരാജ്യ സ്ഥാപന വാഗ്ദത്ത പദ്ധതി ദൈവം തൽക്കാലം നിർത്തി വച്ചിരിക്കുകയാണ്. ഈ സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഈ കാലഘട്ടം കൃപായുഗ കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ സ്വർഗീയ എടുക്കപ്പെടലോടുകൂടി ഈ യുഗ രക്ഷാപദ്ധതി പൂർത്തീകരിക്കപ്പെടുകയും വീണ്ടും ഇസ്രയേലിൻ്റെ രാജ്യസ്ഥാപന പദ്ധതി ആരംഭിക്കുകയും ചെയ്യും എന്നുള്ള സത്യം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. നമുക്ക് കുറച്ചു വചനവ്യവസ്ഥകൾ നോക്കി ദൈവത്തിൻ്റെ 2 വിധ പദ്ധതികളെക്കുറിച്ച് വലിയ വിശദീകരണമില്ലാതെ ചിന്തിക്കാമെന്ന്, മനസ്സിലാക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ശുശ്രൂഷ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കർത്താവായ യേശു ക്രിസ്തുവും 12 അപ്പസ്തോലന്മാരും ശുശ്രൂഷ ചെയ്തതിൻ്റെ ഉദ്ദേശം, അവരുടെ ദൗത്യം എന്തായിരുന്നു? അതുപോലെ തന്നെ അപ്പസ്തോലനായ പൗലോസിനെ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷയ്ക്കായി വിളിച്ചതിൻ്റെ ഉദ്ദേശവും ഏൽപ്പിച്ച ദൗത്യവും എന്തായിരുന്നു എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 4:23 9:35 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം രാജ്യത്തിൻ്റെ സുവിശേഷമാണെന്ന് നമുക്കിവിടെ സ്പഷ്ടമായി മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ 12 ശിഷ്യന്മാരെ വിളിച്ച് അവർക്കും ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് വായിക്കാമല്ലോ. അവൻ 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുമേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത്. 12 പേരും ദൈവരാജ്യത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചതെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 10:9 70 പേരെ തിരഞ്ഞെടുത്ത് കർത്താവ് പല മേഖലകളിലേക്ക് അയക്കുമ്പോഴും അവരോടും പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുവിൻ.
യേശു ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്ത് ആരംഭത്തിൽ മത്തായിയുടെ സുവിശേഷം 5:5 ഇങ്ങനെ പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 12:32 പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവും 12 അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും പ്രസംഗിച്ചത് ദൈവരാജ്യ ശുശ്രൂഷയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ യേശു മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞത് ലൂക്കാ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്ന വചനം അപ്പോസ്തല പ്രവർത്തനം 1:2-3 വചനം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും ദൈവരാജ്യ ശുശ്രൂഷയെപ്പറ്റിയാണ് ശിഷ്യന്മാരുമായിട്ട് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. യേശുവും 12 അപ്പോസ്തലന്മാരും മറ്റ് 70 പേരും പ്രസംഗിച്ച സുവിശേഷം ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഭൂമിയിൽ ദൈവം രാജ്യം സ്ഥാപിച്ച് ഇസ്രയേലിന് നൽകുന്ന രാജ്യത്തിലെ സുവിശേഷമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സുവിശേഷ വ്യവസ്ഥയാണ് യേശുവും 12 ശിഷ്യന്മാരും മറ്റ് അപ്പോസ്തലന്മാരും അറിയിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച് കർത്താവ് ഏൽപ്പിച്ച സുവിശേഷ വ്യവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 20:24, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയും തേക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോസ്തലനായ പൗലോസിന് കൊടുത്ത സുവിശേഷം കൃപയുടെ സുവിശേഷമാണ് എന്ന് ഇവിടെ സ്പഷ്ടമായി നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഈ വചനത്തിൻ്റെ സന്ദർഭ വിവരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും കർത്താവ് പൗലോസിനെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്നും മാത്രം നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷം സാക്ഷീകരിക്കേണ്ടതിനായി കർത്താവായ യേശുവിൽ നിന്ന് സ്വീകരിച്ച ശുശ്രൂഷ പൂർത്തിയാക്കുക. വീണ്ടും ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, കൃപയുടെ സുവിശേഷ വ്യവസ്ഥ, ആ സത്യം എല്ലാവരെയും അറിയിക്കുക എന്ന ശുശ്രൂഷയ്ക്കായിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വിളിച്ചത്. നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്കും പോകാം. ആരോടാണ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്? മത്തായിയുടെ സുവിശേഷം 10:5-6. 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെ ചെല്ലുവിൻ. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 15:24 കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ രക്ഷിച്ച് അവർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്ന പദ്ധതി നിർവഹണത്തിന് വേണ്ടിയാണ് എന്ന് സ്പഷ്ടമായി ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ 12 പേരോട് കൽപ്പിച്ചതും നമ്മൾ കേട്ടു. ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യ പട്ടണത്തിൽ പ്രവേശിക്കരുത്, എന്നെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു മരിച്ച ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി
വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടും എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? നോക്കാം. മാറ്റമൊന്നും സംഭവിച്ചില്ല. അപ്പോസ്തല പ്രവർത്തനം 2:22 പത്രോസ് അപ്പോസ്തലൻ ആരോടാണ് പ്രസംഗിക്കുന്നത്, ഇടപെടുന്നത്? ജാതികളോടാണോ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ആരെയാണ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത്? പ്രവൃത്തിയുടെ പുസ്തകം 2:22 ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുക, വചനം കേൾക്കാൻ അവരെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ കേൾക്കുക. ഇസ്രായേൽ പുരുഷന്മാരോടാണ്, ഇസ്രായേൽക്കാരോടാണ് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ അപ്പോസ്തല പ്രവർത്തനം 3:25 നിങ്ങൾ പ്രവാചകന്മാരുടെ മക്കളും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെ അവകാശികളും ആകുന്നു. അവൻ അബ്രഹാത്തിനോട് പറഞ്ഞത്, നിൻ്റെ സന്തതിയിൽ ഭൂമിയിലെ സകല ഗോത്രങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നാകുന്നു. അബ്രഹാത്തിൻ്റെ സന്തതിയായി വന്ന യേശുക്രിസ്തു മുഖാന്തരം ഇസ്രയേലിലെ 12 ഗോത്രങ്ങൾ, ഇസ്രയേൽ മക്കൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വചനമാണ് നമ്മൾ വായിച്ചത്. ഈ ഗോത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിലെ എവിടെല്ലാം ഗോത്രങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ആ സന്ദർഭം നോക്കുമ്പോൾ അത് ഇസ്രായേൽ ജനത്തെയാണ് ഉദാഹരിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആരോടാണ് സുവിശേഷം അറിയിക്കേണ്ടത് എന്ന് കർത്താവ് അനന്യാസിനോട് പറയുന്ന വചനം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 9-ാം അധ്യായം 15-ാം വചനം. അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അതായത് പുറജാതികളിലേക്കും സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഭരണകർത്താക്കൾ, അധികാരികളായവർക്കും സ്വന്തം ജനമായിരുന്ന ഇസ്രായേൽ ജാതിക്കും രക്ഷയായി തീർന്ന യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നതിനു വേണ്ടി ആണ് അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് തിരഞ്ഞെടുത്തത്. സ്പഷ്ടമായി ഇവിടെ പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും കൃപയുടെ സുവിശേഷം അറിയിച്ച് ദൈവിക രക്ഷയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിനായി. വിഷയങ്ങളായി വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം കർത്താവിൻ്റെ കൃപയാൽ. നമ്മൾ മൂന്നാമതായി ചിന്തിക്കുന്നത് ദൈവം യേശുക്രിസ്തു മുഖാന്തരം 12 അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മങ്ങൾ. അത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ്. വീണ്ടും പറയട്ടെ, ഈ ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 13:11 മർക്കോസിൻ്റെ സുവിശേഷം 4:11 ലൂക്കാ സുവിശേഷം 8:10 അത് പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെയാണ്: ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷ മർമ്മങ്ങൾ കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന് കൊടുത്തത് എന്താണെന്നും കൂടി നമുക്ക് ചിന്തിക്കേണ്ടത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-8 വചനം. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ തേജസ്സിനായി മുൻ നിയമിക്കുകയും അങ്ങനെ മറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു
എന്ന് അപ്പസ്തോലൻ പറയുകയാണ്. അപ്പസ്തോലനും അപ്പസ്തോലൻ്റെ കൂട്ടുകാരായ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന കൂട്ടത്തിനെ ഏൽപ്പിച്ച ദൗത്യമാണ് അനാദികാലത്തെ മറിഞ്ഞു കടന്ന മർമ്മം പ്രസ്താവിക്കുവാൻ. റോമാലേഖനം അതിൻ്റെ 16-ാം അധ്യായം 25-26 വചനം നമുക്കൊന്ന് ശ്രദ്ധയോടെ വായിക്കാം. അതെ, സത്യവേദ പുസ്തകത്തിലേക്കാളും സ്പഷ്ടമായിട്ട് KJV ബൈബിളിൻ്റെ പരിഭാഷയിലും POC ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണുവാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് POC ബൈബിളിലെ വചനമാണ്. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 25-26 വചനം. എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപ്പാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് സ്പഷ്ടതയിൽ എഴുതി വച്ചിരിക്കുന്നത് നോക്കിക്കേ. ഈ മർമ്മമാണ് അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത്. വചനത്തെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അതായത് സ്വർഗത്തിൽ മറച്ചു വച്ചിരുന്നതായ മഹാരഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തിനായിട്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചത്. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവിക രക്ഷ പ്രാപിപ്പാൻ വിശ്വാസവും പ്രവൃത്തിയും കൽപ്പനകളുടെ അനുസരണവും ആവശ്യമാണ്. ആർക്ക്? രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിൽ ഉള്ളവർക്ക്. മത്തായിയുടെ സുവിശേഷം 19:17 ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം കൽപ്പനകളനുസരിച്ച് മുന്നോട്ട് ജീവിക്കുക. വിശ്വാസം, കൽപ്പനകളെ അനുസരണം, നിയമങ്ങളെ പാലിച്ച് നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് മുന്നോട്ട് ജീവിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. രാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ജീവിത വ്യവസ്ഥ കർത്താവ് വിശദമായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5:29 വചനം കൂടി നമുക്ക് നോക്കാമല്ലോ. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള സമയം വരുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 2:10 ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. 14-ാം വചനം സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? 24-ാമത്തെ വചനം ഒരു മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. യാക്കോബ് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായം മുഴുവൻ
പ്രവൃത്തി അത്യാവശ്യമാണ് രക്ഷയ്ക്ക് എന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 2:3-4 അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു, സത്യം അവനിൽ ഇല്ല. അതിൻ്റെ തന്നെ 3:10 നീതി ചെയ്യാത്തവൻ ദൈവത്തിൽ നിന്ന് ഉള്ളവൻ അല്ല. 5:3 ദൈവത്തെ സ്നേഹിക്കുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ്. ഇങ്ങനെ വിശദമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. രക്ഷയ്ക്ക് വീണ്ടും ഞാൻ പറയട്ടെ, കൽപ്പനകളുടെ അനുസരണം ആവശ്യമാണ്. നിയമം പാലിക്കണം, പ്രവൃത്തികൾ ചെയ്യണം. അതിലുപരിയായി വിശ്വാസത്തോട് ചേർന്ന് പ്രവൃത്തി, പ്രമാണങ്ങളുടെ അനുസരണം വ്യവസ്ഥ ചെയ്തു വച്ചിരിക്കുകയാണ്. കൃപയുടെ സുവിശേഷ വ്യവസ്ഥയിലെ എഫേസ്യ ലേഖനം 2:8-9 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. ഈ കൃപായുഗത്തിലെ ദൈവിക രക്ഷ വിശ്വാസത്താലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്, മനുഷ്യരുടെ ഒരു പ്രവൃത്തിയും കൊണ്ടല്ല എന്ന് പ്രസിദ്ധമാക്കുവാൻ കർത്താവ് പൗലോസിനെ നിയോഗിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനം 2:16 ഒത്തിരി വചനങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഗലാത്യ ലേഖനം 2:16 ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ അല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുന്നു. കൃപയുടെ സുവിശേഷവും രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയും തമ്മിലുള്ള രക്ഷാപദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാമത്തെ വിഷയം പാപമോചന വ്യവസ്ഥയാണ്. രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6:14-15 വചനം. നിങ്ങൾ മനുഷ്യരോടെ അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഈ വചനത്തിൻ്റെ മറുവശം കൂടി ഒന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. കൃപയുടെ സുവിശേഷ വ്യവസ്ഥയിലെ എഫേസ്യ ലേഖനം 4:32 നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. കൊലോസ്യ ലേഖനം 3:12-13 ഈ വചനം തന്നെ കൊടുത്തിരിക്കുന്നു. പിഴകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ ചെയ്തു പോയ പാവങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിഴകളെ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കണം, മാപ്പ് ചോദിക്കണമെന്നൊക്കെ വ്യവസ്ഥ രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിൽ തന്നിരിക്കുന്നുവെങ്കിൽ കൃപയുടെ സുവിശേഷ വ്യവസ്ഥയിൽ ദൈവം നമ്മളോട് എങ്ങനെ ക്ഷമിച്ചിരിക്കുന്നുവോ, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടാണോ ദൈവം നമ്മളോട് പാവങ്ങളെ ക്ഷമിച്ചത് എന്ന് പറഞ്ഞതുപോലെ യാതൊരു വ്യവസ്ഥകളും വെക്കാതെ പരസ്പരം നമ്മൾ ക്ഷമിക്കണമെന്ന് കൃപയുടെ സുവിശേഷ മഹത്വം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:38 ഇങ്ങനെ കാണുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. 3 വ്യവസ്ഥകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ഒന്ന്, മാനസാന്തരപ്പെടണം, മനസ്സ് തിരിഞ്ഞു വരണം. പാവങ്ങളുടെ മോചനത്തിനായി ജലസ്നാനം സ്വീകരിക്കണം.
എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 1:7-9. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വിഷയം സീരിയസ് ആണ്, മനസ്സിലാക്കണമേ. കർത്താവ് എങ്ങനെ ജീവിച്ചുവോ നമുക്കിങ്ങനെ രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വചനത്തിൽ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. കർത്താവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായി ഇരിക്കുവിൻ എന്ന് പറഞ്ഞ വചനം, അങ്ങനെ കർത്താവ് വെളിച്ചമായി പാപമില്ലാതെ ജീവിച്ചതുപോലെ രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരും പാപമില്ലാതെ വിശുദ്ധരായി ജീവിക്കണമെന്നും ഇവിടെ പ്രസ്താവിക്കപ്പെടുകയാണ്. അതിനേക്കാളും വലിയ അതിശയകരമായ ഒരു കാര്യം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കൃപയുടെ സുവിശേഷ വ്യവസ്ഥയുമായിട്ട് നമ്മൾ താതാത്മ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് ഇതിൻ്റെ കൃപയുടെ സുവിശേഷ വ്യവസ്ഥ എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടേ. 1 കൊരിന്തോസ് 15 1-4 വരെ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്രതാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കൃപയുടെ സുവിശേഷത്തിൻ്റെ ഹൃദയമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുൻ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ആഴമേറിയ വിശ്വാസബോധ്യം. എഫെസ്യ ലേഖനം 1:7, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. കൊലോസ്യ 1:14, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അതായത് വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തം ചിന്തയുള്ള മരണം മൂലം പാപമോചനം ലഭിക്കുന്നു. ഇതോടൊപ്പം റോമാലേഖനം 10:9-10 കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. KJV ബൈബിളിലാണ് രേഖപ്പെടുത്തിയ വചനമാണ്. അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. നീ യേശുവിനെ കർത്താവായി നിൻ്റെ വായാൽ സമ്മതിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതായി നിൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടൂ. ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് നീതിക്ക് കാരണമാകുന്നു, വായാൽ സമ്മതിക്കുന്നത് രക്ഷയ്ക്ക് കാരണമാകുന്നു. വിശദീകരിക്കേണ്ട വചനമാണ്. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും അല്ല, ദൈവത്തിൻ്റെ നമ്മോടുള്ള ദയ, കരുണ, സ്നേഹം ഇവയുടെ പൂർണ്ണതയായ കൃപയാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞുള്ള മരണം അടക്ക പുനരുദ്ധാനത്താൽ പാപമോചനവും രക്ഷയും ലഭിച്ചുവെന്ന് ആന്തരികമായി അതേ ഹൃദയത്തിൽ വിശ്വസിക്കുകയും യേശുവിനെ എൻ്റെ കർത്താവായി, രക്ഷിതാവായി, പാപവിമോചകനായി, വീണ്ടെടുപ്പുകാരനായി, ജീവൻ്റെ അധികാരിയായി അംഗീകരിച്ച് സമൂഹ ജീവിതത്തിൽ വായാൽ പ്രഖ്യാപിക്കുകയും സ്നേഹിച്ച് അനുഗ്രഹിച്ച് ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിച്ചിട്ടുള്ള സാക്ഷ്യ ജീവിതവും മാത്രം മതി ഒരു മനുഷ്യനെ ദൈവിക രക്ഷ പ്രാപിപ്പാൻ എന്നുള്ള ദൈവത്തിൻ്റെ സൗജന്യ രക്ഷാപദ്ധതി അറിയിക്കുവാനുള്ള ഉദ്ദേശത്തിനായി
ദൗത്യത്തിനായി പൗലോസ് അപ്പോസ്തലനെ തിരഞ്ഞെടുത്തതായി നമ്മളിവിടെ കാണുന്നു. 5 വിഷയങ്ങൾ സാക്ഷീകരിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ഈ 2 വ്യവസ്ഥകളും കൂട്ടി യോജിപ്പിച്ചാലുള്ള അവസ്ഥ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നല്ലോ. 2 വചന വ്യവസ്ഥകളും കൃപായുഗ വ്യവസ്ഥയും ന്യായപ്രമാണ യുഗ വ്യവസ്ഥയും കൂടി ഒന്നിച്ചു കൊണ്ടുപോയി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും? എങ്ങനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണമേ, നമ്മൾ വിശ്വസിക്കണമേ. കൃപായുഗത്തിൽ പാപം കണക്കിടുന്നില്ല. അതുകൊണ്ട് നിലവിളിക്കുകയോ ഏറ്റുപറയുകയോ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. 2 കൊരിന്ത്യർ 5:17-19 ഓരോരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. കൃപായുഗ വിശ്വാസികളുടെ പാപം കണക്കിടുന്നില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. നിയമവും ഉണ്ടെങ്കിലല്ലേ പാപം വ്യവസ്ഥ മുന്നിൽ വരുവുള്ളൂ. അതിൻ്റെ 21-ാം വചനം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമാലേഖനം 8:1. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വിശദീകരിക്കുന്നില്ല. എഫേസ്യ ലേഖനം 1:13-14 പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി കൃപയുടെ സുവിശേഷ വ്യവസ്ഥ മനസ്സിലാക്കി ഈ ശുശ്രൂഷ നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവന് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കുന്നു? അവർക്ക് പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കുന്നു? മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ 2 വിധ രക്ഷാപദ്ധതികളാകുന്ന സത്യവചനം ശരിയായി വിഭജിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തില്ല എങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, യഥാർത്ഥമായത് പറയുമ്പോൾ വിരുദ്ധാർത്ഥമായത് കയറി വരും. ഉചിതമായത് പറയുമ്പോൾ അനുചിതമായത് കടന്നു വരും. ശരിയായ രീതിയിലുള്ളത് പറയുമ്പോൾ തെറ്റായ രീതിയിലുള്ളത് പറയേണ്ടി വരും. നേരായി എന്ന് പറയുമ്പോൾ വളഞ്ഞതും തിരിഞ്ഞതും ക്രമം തെറ്റിയതും ഒക്കെ കയറി വരും. ന്യായമായത് എന്ന് പറയുമ്പോൾ അന്യായമായത് കയറി വരും. ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ തെറ്റായ രീതിയിലുള്ളത് അവതരിപ്പിക്കേണ്ടി വരും. ന്യായപ്രമാണയുഗ വ്യവസ്ഥയായ രാജ്യത്തിൻ്റെ സുവിശേഷം കൃപായുഗ വ്യവസ്ഥയായ കൃപയുടെ സുവിശേഷത്തിന് എപ്പോഴും വിരോധമാണ്. അത് നേരെ തിരിച്ചും വിരോധമാണ്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളായ 101 വിഷയങ്ങൾ കൃപയുടെ സുവിശേഷ വ്യവസ്ഥയും രാജ്യത്തിൻ്റെ സുവിശേഷ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ന്യായപ്രമാണ യുഗ വ്യവസ്ഥയും കൃപായുഗ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളായി 101 വിഷയങ്ങൾ ചെറുതും വലുതുമായ വീഡിയോ ചെയ്യുവാൻ, ക്ലാസ്സുകളായി ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ശുശ്രൂഷയെയും എന്നെയും നിങ്ങളേവരെയും കർത്താവിൻ്റെ കൃപയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എന്നെയും ഈ ശുശ്രൂഷയും കൂടി സമർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വം.